അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദീർഘനേരം അള്ളാഹുവോട് ഏകാന്തതയോടെ പ്രാർത്ഥിക്കുന്ന നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. പ്രവാചകന് ഈ നമസ്കാരം നിർബന്ധമായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ നിർവഹിക്കാവുന്ന പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണിത്. റമദാൻ മാസത്തിൽ തറാവിഹ് എന്ന പേരിൽ സംഘടിതമായതും ഇത് നിർവഹിച്ചു പോരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവരുടെ മുറിയിൽ വെച്ചാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത്. ആ മുറിയുടെ ചുമരാവട്ടെ ഉയരം കുറഞ്ഞതായിരുന്നു. അന്നേരം ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അപ്പോൾ തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്നുകൊണ്ട് അവരും നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രഭാതമായി. അപ്പോൾ അവരന്യോന്യം അതിനെക്കുറിച്ച് സംസാരിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ രാത്രിയും നമസ്കരിക്കാൻ നിന്നു. അന്നേരവും കുറച്ചാളുകൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് നമസ്കരിക്കാൻ നിന്നു. അങ്ങനെ 2 or 3 രാത്രി അവർ അപ്രകാരം ചെയ്തു. പിന്നത്തെ ദിവസം വന്നപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിൽ അടങ്ങിയിരുന്നു, പുറത്തേക്ക് വന്നില്ല. പ്രഭാതമായപ്പോൾ ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, രാത്രി നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന്, അപ്രകാരം തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ബുഖാരി ഹദീസിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, രാത്രി നമസ്കാരം ഈ 2 റക്അത്ത് വീതമാണ്. നീ അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ 1 റക്അത്ത് നമസ്കരിച്ച് നീ നമസ്കരിച്ചതിനെ വിത്റാക്കുക. കാസിം പറയുന്നു, എനിക്ക് പ്രായപൂർത്തിയായ ശേഷം ജനങ്ങൾ 3 റക്അത്ത് കൊണ്ട് വിത്റാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 രീതിയിലും വിശാലമാണ്. ഒന്നിനും കുഴപ്പമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബുഖാരി ഹദീസ് 2:16-107. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ 11 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. അതായിരുന്നു അവിടുത്തെ രാത്രി നമസ്കാരം. നിങ്ങളിൽ ഒരാൾ ഖുർആനിൽ 50 സൂക്തങ്ങൾ ഓതാൻ എടുക്കുന്ന സമയം ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുജൂദിന് എടുക്കാറുണ്ടായിരുന്നു. ശേഷം സുബ്ഹ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിക്കും. പിന്നീട് തൻ്റെ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കും. നമസ്കാരത്തിന് വിളിക്കുന്നവർ, ഹിക്കാമത്ത് കൊടുക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നതുവരെ ആ നിലക്ക് കിടക്കും. ബുഖാരി ഹദീസ് 2:16-108 കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം തൻ്റെ ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് അത് എവിടേക്കാണോ അഭിമുഖീകരിച്ച് അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാറുണ്ട്. അവിടുന്ന് ആംഗ്യം കാണിക്കും. ഒട്ടകപ്പുറത്ത് വെച്ച് തന്നെ വിത്റാക്കുകയും ചെയ്യും, നിർബന്ധ നമസ്കാരം ഒഴികെ. ബുഖാരി ഹദീസ് 2:16-114. മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയോട് രാത്രി നമസ്കാരം എത്രയായിരുന്നുവെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 7, 9, 11 എന്നീ ക്രമത്തിൽ സുബ്ഹിൻ്റെ 2 റക്അത്ത് പുറമെ. ബുഖാരി ഹദീസ് 2:21-240 കാണാം. അബൂ സലമ റളിയല്ലാഹു അൻഹു നിവേദനം, റമദാൻ മാസത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും റമദാനിലല്ലാത്ത കാലത്തും 11 റക്അത്തിലധികം നമസ്കരിച്ചിട്ടില്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 റക്അത്ത് നമസ്കരിക്കും. അതിൻ്റെ നന്മയെയും ദൈർഘ്യത്തെയും കുറിച്ച് നീ ചോദിക്കേണ്ടതില്ല. വീണ്ടും 4 റക്അത്ത് നമസ്കരിക്കും. അതിൻ്റെ നന്മയെയും ദൈർഘ്യത്തെയും കുറിച്ച് ചോദിക്കേണ്ടതില്ല. പിന്നെ 3 റക്അത്ത് നമസ്കരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, വിത്റാക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് ഉറങ്ങുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആയിഷ, എൻ്റെ 2 കണ്ണുകളാണ് ഉറങ്ങുന്നത്, എൻ്റെ മനസ്സിനെ ഉറക്കം ബാധിക്കുന്നില്ല. ബുഖാരി ഹദീസ് 2:21-248 കാണാം. അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അരുളി, അബ്ദുള്ള, നീ ഒരു മനുഷ്യനെ പോലെയാവരുത്. അവൻ രാത്രിയിൽ എഴുന്നേൽക്കും, അങ്ങനെ രാത്രി നമസ്കരിക്കും, ഉപേക്ഷിക്കും. ബുഖാരി ഹദീസ് 2:21-252 കാണാം.
ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ 11 റക്അത്താണ് നമസ്കരിക്കാറുണ്ടായിരുന്നത്. അതായിരുന്നു അവിടുത്തെ രാത്രി നമസ്കാരം. സുജൂദിൽ നിന്ന് തലയുയർത്തുന്നതിന് മുമ്പായി നിങ്ങളിൽ ഒരാൾ 50 ആയത്ത് ഓതുന്ന സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും. സുബിഹി നമസ്കാരത്തിന് മുമ്പായി 2 റക്അത്ത് സുബിഹിൻ്റെ സുന്നത്ത് നമസ്കരിക്കും. ശേഷം വലതുഭാഗത്തേക്ക് നമസ്കാരത്തിലേക്ക് വിളിക്കുന്നവർ വരുന്നതുവരെ ചെരിഞ്ഞു കിടക്കും. ബുഖാരി ഹദീസ് 221 223 കാണാം. ഇതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ രൂപം. അല്ലാഹു തആല നമുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. അത് നമ്മൾ കഴിയുന്നതും സുബഹിക്ക് മുന്നേ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ശ്രമിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു തആല തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.